യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാജാവേ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓരോ ദിവസം കൊണ്ട് ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നമ്മെ ദൈവം കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിന് വീഴ്ചയിൽ നിന്ന്, പ്രാണ മരണത്തിൽ നിന്ന് വിടുവിച്ചതായ ദൈവം ഹല്ലേലൂയ ഈ പൽക്കാലം നമ്മെ ജയത്തോടെ നടത്തുവാൻ ശൈത്യനായി നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതായ ദൈവം ഈ പൽക്കാലം നമ്മെ അത്ഭുതകരമായി വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ആ സർവശക്തനായ ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഇപ്പോൾ കാലം അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയും യാചനകളും സ്വർഗത്തിലെ ദൈവം കേട്ട് വേഗത്തിൽ മറുപടി തരും. സ്തോത്രം. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ കണ്ണുനീരോടായിരിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിനകത്ത് വേഗത്തിൽ മറുപടികൾ വെളിപ്പെടും. എന്റെ സ്വർഗത്തിലെ ദൈവം അത് നിവർത്തിച്ചു തരും. നിങ്ങളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തി തരും എന്നതിനുള്ള ചില അടയാളങ്ങളെ പരിശുദ്ധാത്മാവ് ഈ പൽക്കാലം നിങ്ങളുടെ വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീരുക. നിങ്ങളെ ചിലതിന്റെ കരത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഇടയത്തീരും. ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ പരിപാലനവും ഈ പൽക്കാലം വെളിപ്പെടുവാനായിട്ട് ഇടയത്തീരും. അങ്ങനെയൊക്കെ നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥനയും കേൾക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ എത്രേ ഞാനും നിങ്ങൾ ആരാധിക്കുന്നു. ആ സർവശക്തനായ ദൈവം ഈ പകൽക്കാലം നിങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടി വേഗത്തിൽ തരും. ആമേ. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 38-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്ന. സ്തോത്രം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കണ്ണുനീരും കാണുന്ന ഒരു സർവശക്തനായ ദൈവം ഈ പകൽക്കാലം, സ്തോത്രം, നിന്റെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും മറുപടി തരുവാനായിട്ട് ഇടയായിത്തീരും. അതേ 38-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയല്ലെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന്. അവിടെ ശൈത്യമായിരിക്കുന്ന ഒരു ദൈവിക ശബ്ദത്തെ ഹിസ്കിയാവിനോട് ആമോസിന്റെ മകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ വന്ന് പറയുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ശബ്ദം താൻ കേൾക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ താൻ നിരാശപ്പെട്ടു പോകുകയല്ല, താൻ ആകുലപ്പെട്ടു പോകുകയല്ല, തന്റെ പ്രാർത്ഥന മാറിപ്പോകുകയല്ല, താൻ ദൈവത്തിലേക്ക് തിരിയുവാനായിട്ട് ഇടയായി തീർന്നു. 2-ാം വാക്യത്തിൽ കാണുന്നു, അപ്പോൾ ഹിസ്കിയാവിന്റെ മുഖം ചുവരിന്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും ചില കാര്യങ്ങളെ വ്യത്യസ്തപ്പെടുത്തുക, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ മാറ്റിവിടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നാം ചില ദൈവശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് മാറിപ്പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ട മേഖല ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ഓരോ ദൈവശബ്ദവും ദൈവം നമ്മെ കേൾപ്പിക്കുന്ന വ്യക്തമായി ചില പദ്ധതികളും ചില ഉദ്ദേശങ്ങളും കാണും. അതിലേക്ക് ഞാനും നിങ്ങൾ എത്തുവാനായിട്ട് ഇടയായി തീരുമ്പോ ചിലൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റും എന്നതിന് ഒരു തെളിവ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കുമാറാത്ത ദൈവമാണ്. പക്ഷെ ചില കാര്യങ്ങൾക്ക് ഞാനും നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നുവോ, ഞാനും നിങ്ങൾ എങ്ങനെ ദൈവത്തോട് അടുത്തു ചെല്ലുവാനായിട്ട് ഇടയായിത്തീരുന്നുവോ അതനുസരിച്ച് കാര്യങ്ങൾക്ക് വ്യതിചലനങ്ങൾ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരുക.
ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്ക, നീ മരിച്ചു പോകും എന്ന് പറഞ്ഞു. ഈ ശബ്ദത്തിന്റെ മുമ്പാകെ ഹിസ്കിയാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. താൻ മുഖം ചുവന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഇന്ന് പ്രിയ ദൈവമക്കളെ, നീ ആയിരിക്കുന്ന വിഷയത്തിനോർത്ത് നെടുവീർപ്പിടാതെ, നീ കടന്നു പോകുന്ന സാഹചര്യത്തോർത്ത് ഭാരപ്പെടാതെ, ഈ പകൽക്കാലം ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിയുവാൻ തയ്യാറാക്കുക. അതേ ഹിസ്കിയാവ് ചെയ്തത് ലോകത്തിലേക്ക് തിരികെയല്ല ചെയ്തത്, അതേ മനുഷ്യരിലേക്കല്ല തിരിയുവാനായിട്ട് ഇടയത്തുന്നത്. ചുവരെ മുഖം സ്തോത്രം ചുവരിന്റെ നേരെ തിരിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതായത് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തയ്യാറായി. ഇപ്പോൾക്കാലം ഞാൻ പറയട്ടെ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, ഭാരങ്ങൾ കടന്നു വരുമ്പോ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് തിരികെയല്ല, ലോകത്തിലേക്ക് തിരികെയല്ല, അല്ലെ മറ്റു മനുഷ്യരിലേക്ക് തിരികെയല്ല, നാം തിരിയേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിങ്കിൽ എത്ര സ്തോത്രം. നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന, ചിലതിനകത്തുനിന്ന് കാത്തു പരിപാലിക്കുവാൻ കഴിയുന്ന, നിന്നോടുള്ള ദൈവിക അരുളപ്പാടുകളെ നിവർത്തിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് ഞാൻ നിങ്ങളെ തിരിയുവാൻ തയ്യാറാക്കുന്നെങ്കിൽ ചില കാര്യങ്ങൾ വ്യത്യസ്തപ്പെടുവാനായിട്ട് ഇടയത്തിര. ചിലതിനെയൊക്കെ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവിടുവാനായിട്ട് ഇടയത്തിര. ചില അനർത്ഥങ്ങൾ വഴിമാറി പോകുവാനായിട്ട് ഇടയായിത്തീര. ചില പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ മക്കളെ, സ്തോത്രം. അവിടെ ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് കരഞ്ഞു. ഒന്ന്, ചുവരിന്റെ നേരെ മുഖം തിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായ ഹിസ്കിയാവിനെ കാണുന്നു. രണ്ട്, തന്റെ ജീവിതത്തെ പറ്റി ദൈവത്തോട് ഒരു കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് കരഞ്ഞു. ആ കണ്ണുനീരിനും ആ പ്രാർത്ഥനയും സ്തോത്രം ദൈവം നിരസിച്ച് കളഞ്ഞില്ല. ആ കണ്ണുനീരിനും ആ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി കൊടുത്തു. പ്രിയ ദൈവ പൈതലെ, നീ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ, നീ ദൈവത്തിന്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എന്റെ ദൈവത്തോട് നീ കരയുവാൻ തയ്യാറായ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്ര, മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ, സ്തോത്ര, ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പേ നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ കണ്ണുനീരിന് എന്റെ സ്വർഗത്തിലെ ദൈവം വേഗത്തിൽ മറുപടി തരും. സ്തോത്ര, ഹല്ലേലൂയ. അതേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീര് ചില മറുപടികളെ വേഗത്തിൽ വിളിച്ചു വരുത്തുന്ന ഒരു പകൽക്കാലമാക്കി ഈ പകൽക്കാലം പരിശുദ്ധാത്മ തീർക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹിസ്കിയാവ് ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ. താൻ ദൈവത്തിലേക്ക് തിരിയുവാൻ തയ്യാറായി, ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി, ദൈവത്തോട് താൻ കരയുവാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞപ്പോ അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രവചന ശബ്ദം പറഞ്ഞിട്ട്, അതേ സ്തോത്രം, ഹല്ലേലൂയ, കടന്നുപോയ യെശയ്യാവിന്റെ മുമ്പാകെ യഹോവയുടെ അരുളപ്പാട് തിരിച്ചു വരുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. നടുമുറ്റം വിട്ടുപോകുന്നതിന് മുമ്പേ, തന്റെ മുമ്പിൽ നിന്ന് വെളിപ്പെട്ട് അകലം വിട്ടു പോകുന്നതിന് മുമ്പേ തിരിച്ചു മറുപടി കൊടുത്ത് യെശയ്യാവിനെ ഹിസ്കിയാവിന്റെ അടുക്കിലേക്ക് ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥനയും മറുപടിയും കണ്ണുനീരിനും വേഗത്തിൽ മറുപടി വെളിപ്പെടും. സ്തോത്രം. നാം ചിന്തിച്ചിരിക്കും, ഇനി ഒത്തിരി നാൾ കരയണം, ഒത്തിരി നാൾ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ നാം തിരിയേണ്ട വണ്ണം ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് സമർപ്പിക്കേണ്ട വണ്ണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായ ഒത്തിരി ടൈം നിന്റെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും നീ കാത്തിരിക്കേണ്ടി വരികയില്ല. വേഗത്തിൽ ഉടനെ ചില മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹിസ്കിയാവിനോട് സ്തോത്ര പ്രവാചകൻ എന്ന് പറയുന്നുണ്ട്, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായി ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട്, ഹല്ലേലൂയ, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. പ്രിയ ദൈവമക്കൾ, അവിടെ തീർന്നു, അവസാനിച്ചു, ഫുൾ സ്റ്റോപ്പ് ഇട്ട് എന്ന് പറഞ്ഞിടത്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തയ്യാറായ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ചില സംവത്സരങ്ങളെ ദൈവം കൂട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഇവിടെ കൊണ്ട് തീർന്നു, ഇവിടെ കൊണ്ട് അവസാനിച്ചു, എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് പറയുന്ന ചില വിഷയങ്ങളെ നീ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തയ്യാറാക്കുമ്പോ
ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് ചില കാര്യങ്ങളെ ദൈവം കൂട്ടിത്തരുവാനായിട്ടിടയത്തരും. അതേ വെട്ടിക്കുറച്ച ചിലതിനെ എന്റെ സ്വർഗത്തിൽ ദൈവം നീട്ടിത്തരുവാനായിട്ടിടയത്തരും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവ പ്രവർത്തികൾ ഈ പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുകയാ. അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടും, അത് തീർന്നു എന്ന് പറഞ്ഞെടുത്ത് ഒരു കൂട്ടിക്കൊടുക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ചില മറുപടികൾ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ. കണ്ണുനീരോട് നീ പ്രാർത്ഥിക്കുന്നില്ലേ? സ്തോത്ര. അതേ സ്തോത്രം. നീ ദൈവത്തോട് കരയുന്നില്ലേ? നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം നീ ഇന്ന് സ്തോത്രം തീർന്നു എന്ന് പറയുന്ന ചില വിഷയങ്ങൾ ദൈവം നീട്ടിത്തരുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കുകയും ചെയ്യും. പ്രിയതേ മക്കളെ, അവിടെ കൊണ്ട് തീരുന്നില്ല. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. അതേ ചിലതിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹിസ്കിയാവിനെ ദൈവം അവരുടെ എന്ത് ചെയ്യുന്നു? നഗരത്തെ അശ്ശൂരിന്റെ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെ കർത്താവ് വിടുവിക്കുവാനായിട്ടിടയത്തീര. അതേ നിന്നെ തകർത്ത് കളയുവാൻ നോക്കുന്നതിന്റെ കരങ്ങളിൽ നിന്ന്, ദുഷ്ടന്റെ കരത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ടിടയത്തീര. നിനക്ക് ചിലത് വന്നു ഭവിക്കുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ നിന്ന് എന്റെ സ്വർഗത്തിൽ ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ടിടയത്തീര. നിനക്കെതിരാ ചില പദ്ധതികൾ ഒരുക്കി അതൊക്കെ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുമെന്നും ആർക്കും നിന്നെ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചിലതിന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുന്ന പകൽക്കാലം അത്രേ. ആർക്കും അവരുടെ കരത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ദൈവസേന കണ്ണുനീരോടായിരിക്കുന്ന ദൈവ പൈതലേ, ചിലതിന്റെ കരത്തിൽ നിന്ന് ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ, നിനക്കുള്ള സകലതിനെ രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അത് മാത്രമല്ല, അവിടെ കാണുവാൻ സാധിക്കുന്നു, ഈ നഗരത്തെ ഞാൻ കാത്തു രക്ഷിക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ദൈവത്തിന്റെ സുരക്ഷിത വലയം വെളിപ്പെടാൻ പോക്കിയ ചിലതിന്റെ കരത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുക മാത്രമല്ല, ചിലത് നിന്നെ വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കേണ്ടതിനായിട്ട് ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിപാലനം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അതേ ഉറങ്ങാത്ത മയങ്ങാത്തതായ ദൈവ നിന്നെ കാത്തു പരിപാലിക്കുവാനായിട്ടിടയത്തിര, കാത്തു രക്ഷിക്കുവാനായിട്ടിടയത്തിര. അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതോണ ദൈവം നിന്നെ കാത്തു രക്ഷിക്കുവാനായിട്ടിടയത്തിര. നിന്റെ കണ്ണുനീരുകളെ ദൈവം മാറ്റുവാനായിട്ടിടയത്തിര. ചില അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ടിടയത്തിര. ചില രോഗത്തിന്റെ ശക്തികളിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ടിടയത്തിര. അശ്ശൂരിന്റെ കയ്യിൽ നിന്ന് ഹിസ്കിയാവിനെ വിടുവിച്ചതായ ദൈവ, അതേ സ്തോത്രം, ചിലതിന്റെ കരത്തിൽ നിന്ന് കാത്തു രക്ഷിച്ചതായ ദൈവ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ മനുഷ്യരിലേക്ക് തിരികെയല്ല, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന, നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നീ തിരിയുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് തീർന്നു എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്തുകയാ. ചിലതിന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുക, നിന്നെ കാത്തു രക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇതുകൊണ്ട് തീരുന്നില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോകുകയല്ല ചെയ്യുന്നു. കാണുവാൻ സാധിക്കുന്നു, യഹോവ താൻ അരുളി ചെയ്ത് ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിനെ യഹോവയുടെ പക്കൽ നിന്ന് നിനക്കൊരു അടയാളമാക്കും. ഈ പകൽക്കാലം പ്രിയതേ മക്കളെ, ചിലതിന്റെ മേൽ ചില അടയാളങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ. നിന്നോടുള്ള ദൈവിക ശബ്ദങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറും എന്നതിനുള്ള ചില അടയാളങ്ങൾ. സ്തോത്രം. ദൈവിക അരുളപ്പാടുകൾ നിന്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടും എന്നതിനുള്ള ചില അടയാളങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേലും, നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും, നിങ്ങളുടെ തലമുറകളുടെ മേലും, നിങ്ങളുടെ ശുശ്രൂഷകളുടെ മേലും ഈ പകൽക്കാലം ദൈവത്തവർ അത് വെളിപ്പെടുത്താൻ പോകിയ. ദൈവമാ നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്ന്, ദൈവം പറഞ്ഞിട്ട് നിങ്ങൾ ദൈവസേന നിൽക്കുന്നതെന്ന്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതിന് അടയാളം, നിങ്ങളുടെ കണ്ണുനീര് ദൈവം കണ്ടു എന്നതിന്റെ ഒരു അടയാളം, നിങ്ങൾക്ക് ദൈവസേനയിൽ നിന്ന് മറുപടി പുറപ്പെട്ടു എന്നതിന്റെ ഒരു
ഒരു അടയാളം സ്തോത്രം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മേൽ കൈമാറുകയ. ചിലതിന്റെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിച്ചുവെന്ന്, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഒരു സുരക്ഷിതത്വം ഉണ്ട് എന്ന് ദൈവം നിങ്ങൾക്കൊരു അടയാളത്തെ ദൈവത്തെ വെളിപ്പെടുത്താൻ പോകുക. ഇന്ന് ലൈവ് വാച്ച് ചെയ്യുന്ന ചിലരുടെ മേൽ ദൈവത്തിന്റെ അടയാളങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം തമ്മിലെ മുദ്രയിട്ട് കാക്കുന്ന പകൽക്കാലം അത്രേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ചലിക്കും. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക, ഇത് നിനക്കൊരു അടയാളമായിരിക്കും. അങ്ങനെക്ക് നിങ്ങൾക്ക് ചില അടയാളങ്ങളെ ദൈവം ഈ പകൽക്കാലം വെളിപ്പെടുത്തും. നമ്മുടെ ഏത് വിഷയത്തിനും പരിഹാരം തരാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നാം ദൈവത്തിലേക്ക് തിരിയുവാൻ തയ്യാറാക്കാം. അവന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്തോത്രം സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഈ പകൽക്കാലം നീ ഒന്നുകൂടെ എന്റെ ദൈവത്തെ സ്നേഹിക്കത്തക്ക രീതി, എന്റെ ദൈവത്തോട് കൂടി അടുത്തു വരത്തക്ക രീതി ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ പരിപാലനവും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്ന് ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. അവിടെ കാണുവാൻ സാധിക്കുന്നു, ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ഹിസ്കിയാവിന്റെ കണ്ണുനീർ കണ്ട് ഉടനെ മറുപടി നൽകിയതായ ദൈവം ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കണ്ണുനീർ കണ്ട് നിന്റെ പ്രാർത്ഥന കേട്ട് എന്റെ ദൈവം വേഗത്തിൽ മറുപടി തരും. അതേ യേശയ്യാ പ്രവാചകൻ നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പേ അടുത്ത ദൂത് കൊടുത്ത് മറുപടി കൊടുത്ത് ബലപ്പെടുത്തിയെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ചില വിഷയത്തിനകത്ത് ഭാരത്തോടെ ആയിരിക്കുമ്പോ, നീ ചില വിഷയത്തിനകത്ത് ആകുലപ്പെട്ടിരിക്കുമ്പോ, പ്രിയ ദൈവമക്കളെ, അതൊക്കെ വന്നു ഭവിക്കുന്നതിന് മുമ്പായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം ചില മറുപടികൾ നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുത്താ. നീ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നതിന് മുമ്പേ, നിന്റെ കരഞ്ഞ് കണ്ണുമായി നീ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ചില പ്രാർത്ഥനയുടെ മറുപടികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോക്കിയ. ആർക്കും തടയാൻ പറ്റാത്ത രീതിയിൽ, ആർക്കും മറയ്ക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നോടുള്ള ദൈവിക ശബ്ദങ്ങൾ, നിന്നോടുള്ള ദൈവിക അരുളപ്പാടുകൾ, നിന്നോടുള്ള ദൈവിക പദ്ധതികളെ ദൈവം വെളിപ്പെടുത്തി തന്ന് മാനിക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ. അടുത്തവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, മറുപടി തരുന്ന ദൈവം. ദൈവത്തിന്റെ ആലോചന നിന്റെ ജീവിതത്തിൽ ഉറപ്പിക്കേണ്ടതിനെ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഒരു അടയാളം നിനക്ക് ഈ പകൽക്കാലം വെളിപ്പെടും. വിശ്വസിക്കുക. ഹല്ലേലൂയ. കർത്താവിനോട് പ്രാർത്ഥിക്കപ്പാ, എന്റെ ജീവിതത്തിനകത്ത് ഒരു അടയാളം കാണുന്ന പകൽക്കാലമായി തീരണമേ എന്ന് ദൈവസനെ പ്രാർത്ഥിക്കുക. അതേ യഹോവേ, ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്കിതൊരു അടയാളമായിരിക്കും. ഈ പകൽക്കാലം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വെളിപ്പെട്ടു എന്നതിന്റെ ഒരു അടയാളം. സ്തോത്ര. അതേ നാളുകളെ നീ കരയുന്ന, നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടി വെളിപ്പെട്ടു എന്നതിന്റെ അടയാളം നിന്റെ ഭവനത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നിന്നെ നിന്റെ കുടുംബത്തെ ദൈവം ശത്രുവിന്റെ കരത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടിടയായി തീരാ. അതേ ദുഷ്ടന്റെ ആശകളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരാ. അതേ ദുഷ്ടന്റെ ഇച്ഛകളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീരാം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവം നിന്നെ രക്ഷിക്കുവാനായിട്ട് ഇടയത്തിനും നിന്റെ മുമ്പാകെ കടന്നു വരുന്ന സകല പ്രശ്നങ്ങളെ നീ തളരാതെ ദൈവത്തിലേക്ക് തിരിയാ. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും ദൈവം വേഗത്തിൽ മറുപടി തരും. പ്രിയ ദൈവമക്കളെ, വൈകി പോകാൻ ദൈവം ഇടയാക്കില്ല. അതേവിടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീര് കേട്ടുകൊണ്ട് യെശയ്യാ പ്രവാചകൻ നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പേ യഹോവേ ആ ദൈവത്തിന്റെ ശബ്ദം പ്രവാചനെ കേൾപ്പിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ പറഞ്ഞു ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. നിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും കാര്യങ്ങളെ വ്യതിചലിപ്പിക്കുവാനായിട്ട് ഇടയത്തിന്. നിന്റെ പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരിനും മറുപടി ഉണ്ട്. സ്തോത്ര. ലോകം പറഞ്ഞിരിക്കാം ഇവിടെ കൊണ്ട് തീരും. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ കൊണ്ട് നാം പറഞ്ഞിരിക്കാം ഇവിടെ കൊണ്ട് തീരും. ഇല്ല. അതെ, നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക്, നീ ദൈവത്തിന്റെ കണ്ണുനീരോട് കൂടി കർത്താവിലേക്ക് തിരിയുവാൻ തയ്യാറാക്കുന്നുവെക്ക്, നിന്റെ പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരിന സ്വർഗത്തിൽ ദൈവം വേഗത്തിൽ മറുപടി തരും. ആമേ. സ്തോത്രം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നുപ്പാ. അവരുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ നടുവിലേക്ക് ഈ പകൽക്കാലം സ്വർഗം ചലിക്കണമേ. അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ. ഇവരുടെ പ്രാർത്ഥനയും കണ്ണുനീര സ്വർഗത്തിലെ ദൈവം കേട്ട് മറുപടി കൊടുക്കും എന്നതിന്റെ ഒരു അടയാളം, വേഗത്തിൽ മറുപടി വെളിപ്പെടും എന്നതിന്റെ ഒരു അടയാളം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം
മഹത്വം വെളിപ്പെടട്ടെ കർത്താവേ. കണ്ണുനീരോടായിരിക്കുന്നവരുടെ വിഷയത്തിന്റെ മേൽ, പ്രാർത്ഥനയോടായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ, ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന സകലരുടെ മേല എന്റെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കര അത്ഭുതമായി വെളിപ്പെട്ട് ഒരടയാളത്തെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തനെ. ആമേ ആമേ ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.